ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന കാര്യമാണ് നമ്മൾ മുമ്പുള്ള ഒരു വീഡിയോയിൽ വിശദീകരിച്ചത്. ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എത്ര തരം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട് എന്നുള്ളതാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ നാം സൂചിപ്പിച്ചു, ഒരുവിധം എല്ലാ കുട്ടികൾക്കും വലിയവർക്കായാലും എന്തെങ്കിലും കാര്യത്തിൽ ജന്മസിദ്ധമായ ചില ഇൻട്രസ്റ്റുകളും അതുപോലെ തന്നെ അഭിരുചികളുമൊക്കെ ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവും, വളരെ ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഇത് ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രം പോരാ, ഇത് എന്താണ്, എത്ര അളവിലുണ്ട്, ഏതെല്ലാം കോമ്പിനേഷനിലുണ്ട്, ഇത്തരം കാര്യങ്ങൾ വളരെ സയൻറ്റിഫിക്കായി കണ്ടെത്താൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ കരിയറിലും, ലൈഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് രണ്ടും കൂടുന്നതാണ്, വലിയ പ്രയോജനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എത്ര തരം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ട് എന്ന കാര്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്കറിയാം, IQ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. അതായത് ഇൻ്റലിജൻസ് എന്താണെന്ന് കണ്ടെത്താനുള്ള മാർഗ്ഗമാണ്. ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എന്നാണ് IQവിൻ്റെ ഒരു എക്സ്പാൻഷൻ. അപ്പോൾ ബുദ്ധിയാണ് അതിൽ പ്രധാനമായും ടെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 100ഓളം വർഷം പഴക്കമുണ്ട് IQ ടെസ്റ്റിന്. ഈ IQ ടെസ്റ്റ് വെച്ചുകൊണ്ടാണ് ഏറ്റവും ബുദ്ധിമാനായ ആളെ കണ്ടെത്തുന്നത്. പലരും കേട്ടിരിക്കും, ഏറ്റവും ബുദ്ധിമാനായ ആൾ ഐൻസ്റ്റീൻ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ IQ 160ക്ക് മേലെ ആയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ IQ ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം ടെസ്റ്റുകളുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിൽ ബഹുഭൂരിപക്ഷവും IQ ബേസ്ഡ് ആണ്. അതിൽ പ്രധാനമായും ചിലത് കൊഗ്നേറ്റീവ് ടെസ്റ്റുകൾ എന്ന പേരിലുണ്ട്, ചിലത് പേഴ്സണാലിറ്റി ടെസ്റ്റുകളുണ്ട്. ഈ രൂപത്തിലുള്ള നിരവധി ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം ബേസിക്കലി രണ്ട് ഘടകങ്ങളാണ്. രണ്ട് തരം ഇൻ്റലിജൻസ് ആണ് IQ ടെസ്റ്റിൽ വരുന്നത്. ഒന്ന് ലോജിക്കൽ ഇൻ്റലിജൻസ്, മറ്റൊന്ന് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, അതായത് ഭാഷയിലുള്ള കഴിവ്, അതുപോലെ മാത്തമാറ്റിക്കലായ കഴിവ്. ഈ രണ്ട് കഴിവുകളുമാണ് IQവിൽ പ്രധാനമായും വരുന്നത്. അപ്പോൾ IQ ടെസ്റ്റുകൾ തന്നെ പലതരത്തിലുണ്ട്. ഏതെല്ലാം ടെസ്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോയാലും ബേസിക്കലി നമുക്ക് കിട്ടുന്നത് ഈ രണ്ട് മേഖലയിലുള്ള ആപ്റ്റിറ്റ്യൂഡാണ്. എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറൻ്റായി വന്ന ഒരു ടെസ്റ്റാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഡോക്ടർ ഹൊവാർഡ് ഗാർഡനർ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ, ലോകത്തെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റായിരുന്ന ഡോക്ടർ ഹൊവാർഡ് ഗാർഡനറാണ് ഈ രണ്ട് ഇൻ്റലിജൻസ് മാത്രമല്ല, അതുകൂടാതെ 7 ഇൻ്റലിജൻസ് കൂടി ഉണ്ട് എന്ന കാര്യം റിസർച്ചിലൂടെ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ആയുഷ്കാലം മുഴുവൻ നീണ്ട ഒരു റിസർച്ചാണത്. അതിലൂടെയാണ് അദ്ദേഹം ലാംഗ്വേജിലുള്ള കഴിവ് മാത്രമല്ല, അതുപോലെ ലോജിക്കിലുള്ള മാത്തമാറ്റിക്കലായ കഴിവ് മാത്രമല്ല, മറ്റ് 7 കഴിവുകൾ കൂടി, 7 ഇൻ്റലിജൻസുകൾ കൂടി എന്ന് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് MI അസസ്മെൻറ്റ്. അപ്പോൾ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഓവറോളായ ഒരു 360 ഡിഗ്രിയിലുള്ള കപ്പാസിറ്റികൾ, അതിനെ ഇൻ്റലിജൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ അത് സാധാരണഗതിയിൽ പറയുന്ന IQ മാത്രമല്ല, മറ്റനേകം കഴിവുകൾ, ആർട്ടിസ്റ്റിക്കായ കഴിവുകൾ, അതുപോലെ ഇൻട്രാക്ഷൻ സ്കില്ല്, അതുപോലെ തന്നെ ഇൻട്രാപേഴ്സണൽ, സ്വന്തമായി തന്നെ ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, ജീവികളെയും പ്രകൃതിയെയും പറ്റി പഠിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ വളരെ ആക്റ്റീവായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, ചില സ്പോർട്സ്മാൻ ഗെയിംസിലൊക്കെ ഉള്ള ആളുകൾക്കുള്ള കഴിവ്, ഇത്തരം എല്ലാ കഴിവുകളും ഒരു 360 ഡിഗ്രിയിൽ വരുന്ന വളരെ അഡ്വാൻസ്ഡായ, IQവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2 ഇൻ്റലിജൻസ് കൂടാതെ മറ്റ് 7 ഇൻ്റലിജൻസുകൾ കൂടി ഉൾപ്പെട്ട വളരെ കോംപ്രഹെൻസീവായ അസസ്മെൻ്റാണ്, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് MI അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായ ടെസ്റ്റുകളിൽ ഒന്നാണത്. ഈ ടെസ്റ്റുകളെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ, ഇതിലെ ഓരോ ഭാഗങ്ങളെപ്പറ്റിയും കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ വിശദീകരിക്കും. MI അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റികൾ കണ്ടെത്താൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു 360 ആംഗിളിൽ വൈഡായി നിങ്ങളുടെ കപ്പാസിറ്റികൾ മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നവർ, സ്വന്തമായ കഴിവ് കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ, സ്വന്തമായി എന്ത് കഴിവാണുള്ളതെന്നുള്ളതിനെപ്പറ്റി കൺഫ്യൂഷനുള്ളവർ, കഴിവുണ്ട് പക്ഷേ എത്രത്തോളമുണ്ട്, എത്ര അധികമാണ്, എത്ര കുറവാണ്, ഇത്തരം കാര്യങ്ങൾ അറിയാതെ അതിൽ സംശയമുള്ളവർ, ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കിത് ഷെയർ ചെയ്യാവുന്നതാണ്. തുടർച്ചയായി വീഡിയോ ലഭിക്കാൻ നിങ്ങൾക്ക് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാവുന്നതാണ്. താങ്ക്